സ്തോത്രം 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 ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2026 ആദ്യത്തെ ആഴ്ചയിൽ ദൈവപാദപീഠത്തിൽ കടന്നുവരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. സംഭവബഹുലമാകുന്ന 2025 നമ്മെ വിട്ട് കടന്നു പോയപ്പോൾ അനർത്ഥങ്ങളിൽ നിന്നും ആപത്തിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും എല്ലാം വിടുവിച്ച് 2026 കാണുവാൻ ദൈവം സഹായിച്ച അവൻ കൃപയ്ക്കായി ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. ദൈവം ചെയ്ത സകല ഉപകാരങ്ങൾക്കുമായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. പ്രകാരം ഒരു പ്രാവശ്യം കൂടെ റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിൽ കടന്നുവരുവാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. അവസരമൊരുക്കി തന്ന കർത്തദാസിയോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഒരു വർഷക്കാലം ഈ ഗ്രൂപ്പിനെയും കർത്തദാസിയെയും പ്രിയപ്പെട്ട അവരെ എല്ലാവരെയും ദൈവം സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തു. അനർത്ഥങ്ങൾ ആപത്തുകളൊക്കെയും വന്നുവെങ്കിലും അതിൽ നിന്ന് ദൈവം പൂർണ്ണമായി വിടുവിച്ച് ഇന്ന് ഹലക്ഷേമത്തോടെ സൗഖ്യത്തോടെ ഗ്രൂപ്പിൽ ഇപ്രകാരമായിരിക്കാൻ സ്വർഗം തന്ന എല്ലാ നല്ല അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവത്തിനെ നന്ദി കരയേറ്റുന്നു. ഹല്ലേലൂയ. ദൈവം ചെയ്ത നല്ല ഉപകാരങ്ങൾക്കായിട്ട് എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. സ്തോത്രം. ദൈവത്തിൻ്റെ ഉപകാരങ്ങൾ മറക്കാതെ നന്ദിയോടെ ദൈവസന്നിധാനത്തിൽ നമുക്കായിരിക്കാം, പ്രാർത്ഥനയോടെ ദൈവസന്നിധാനത്തിലായിരിക്കാം. സ്തോത്രം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, മനോഹരമായ നല്ല ഹല്ലേലൂയ വൈകിയ സമയത്തിനായി സ്തുതിക്കുന്നു. വൈകിയ സമയത്ത് അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടുത്തു വരുമ്പോൾ ഹല്ലേലൂയ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരണം. സംസാരിപ്പാനുള്ള കൃപ നൽകണം. റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിനെ അനുഗ്രഹിക്കണം. ഈ പേജിലൂടെ നടക്കുന്ന ശുശ്രൂഷകളെല്ലാം വലിയ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരുവാൻ സ്വർഗമേ അങ്ങ് കൃപ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തടസ്സങ്ങളെ മാറ്റണം. വലിയൊരു ദൈവപ്രവൃത്തി വെളിപ്പെടണം. കർത്തൃദാസിയെ സഹായിക്കണം, അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ അങ്ങയുടെ കരങ്ങളിലേക്ക് കേൾപ്പിക്കുന്നു. എല്ലാ തടസ്സങ്ങൾ നസ്രനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തെ നീങ്ങിപ്പോവാൻ കൽപ്പിക്കുന്നു. ദൈവമഹത്വം വെളിപ്പെടണം. പ്രാർത്ഥന ഏറ്റിക്കാല സ്തുതിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം. ദൈവനാമം മഹത്വം എടുക്കുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ദൈവപാദപീഠത്തിൽ കടന്നുവരുവാൻ പുതുവർഷത്തിൽ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന എല്ലാ നല്ല അവസരങ്ങൾക്കായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ഹല്ലേലൂയ എത്ര നല്ലവൻ. ഹല്ലേലൂയ. അവൻ്റെ ദയ എന്നും എന്നേക്കും ഉള്ളത്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഓരോ ദിവസവും ദൈവത്തിൻ്റെ ദയയും വിശ്വസ്തതയുമാലാണ് നാം ഇവിടം വരെ എത്തിയത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ധാരാളമായ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മെ പരിപാലിച്ച ആ ദൈവത്തിന് നന്ദി കരയേറ്റാം. ഹല്ലേലൂയ. നമ്മെ പോലെ അനേകർ ലോകം വിട്ടും പോയപ്പോൾ ഹല്ലേലൂയ അനവധി പേർ അപകടങ്ങളാൽ അനർത്ഥങ്ങളാൽ കഷ്ടതകളാൽ ഭാരപ്പെട്ടപ്പോൾ ദൈവം നമ്മെ സൂക്ഷിച്ച ആ മഹാദയക്കായി നന്ദി കരയേറ്റാം. ദൈവപാദപീഠത്തിലേക്ക് നമുക്കായിരിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. ഇന്നത്തെ വചന ചിന്തയ്ക്കായിട്ട് ഒരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. 34 സങ്കീർത്തനം അതിൻ്റെ 7 വാക്യം. 34 സങ്കീർത്തനം അതിൻ്റെ 7 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്: യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. സ്തോത്രം. ഈ 34 സങ്കീർത്തനം ദാവീദിനാൽ എഴുതപ്പെട്ട സങ്കീർത്തനമാണ്. ഹല്ലേലൂയ. ദാവീദ് ഹല്ലേലൂയ സഞ്ചരിച്ച് അബീമേലെക്കിൻ്റെ മുൻപിൽ ശത്രു രാജാവിൻ്റെ മുൻപിൽ ചെന്ന് അകപ്പെട്ടപ്പോൾ ഹല്ലേലൂയ അവിടുന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ലാതെ വന്നപ്പോൾ രക്ഷപ്പെടേണ്ടതിനായിട്ട് ഹല്ലേലൂയ ബുദ്ധിഭ്രമം നടിക്കുവാനിടയായി തീർന്നു. ബുദ്ധിഭ്രമം നടിച്ചുകൊണ്ട് ആ രാജാവിൻ്റെ മുൻപിൽ നിന്നും ആ ദേശക്കാരുടെ മുൻപിൽ നിന്നും ദാവീദ് രക്ഷപ്പെട്ടതിന് ശേഷം ഹല്ലേലൂയ ദാവീദിന് ദൈവം ചെയ്ത ഉപകാരത്തെ പറ്റി വർണ്ണിക്കുന്ന സങ്കീർത്തനമാണ് ഈ 34 സങ്കീർത്തനം. അതിൻ്റെ 1 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്: ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. സ്തോത്രം. ശത്രുവിൽ നിന്ന് വിടുവിച്ചപ്പോൾ ഹല്ലേലൂയ ശത്രു ഹല്ലേലൂയ കൊന്നുകളയാമായിരുന്നു, ശത്രു ഇല്ലായ്മ ചെയ്യാമായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ അവിടുന്ന് ദാവീദിനെ വിടുവിച്ച് ദൈവം ദാവീദിനെ പുറത്തു കൊണ്ടുവന്നപ്പോൾ ദാവീദ് പാടുകയാണ്: ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തും,
എപ്പോഴും അവൻ്റെ സ്തുതി എൻ്റെ നാവിന്മേലിരിക്കും. ഹല്ലേലൂയ. ഈ 2026 ഹല്ലേലൂയ ഈ ആരംഭ ആഴ്ചയിൽ, ആദ്യത്തെ ആഴ്ചയിൽ നാം കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ ദൈവം പുറകോട്ടൊന്ന് നോക്കിയാൽ 2025 നമുക്ക് ചെയ്ത സകല ഉപകാരത്തെയും ഓർത്ത് നാം ദൈവത്തിനെ ഹല്ലേലൂയ എല്ലാ കാലത്തും വാഴ്ത്തുന്നവരായിത്തീരണം. എപ്പോഴും സ്തുതി കരയേറ്റുന്നവരായിത്തീരണം. എപ്പോഴും ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കുന്നവരായി തീരണം. സ്തോത്രം. ഹല്ലേലൂയ. കാരണം എന്തേ? ഹല്ലേലൂയ അനവധി അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ചു, ശത്രുവിൽ നിന്ന് വിടുവിച്ചു, അപകടങ്ങളിൽ നിന്ന് വിടുവിച്ചു. ഹല്ലേലൂയ കണ്ണിനെ കണ്ണുനീരിനെ, പ്രാണനെ മരണത്തിൽ നിന്ന്, കാലിനെ വീഴ്ചയിൽ നിന്ന് വിടുവിച്ച് ഹല്ലേലൂയ നമ്മെ ക്ഷേമത്തോടെ സൗഖ്യത്തോടെ ഹല്ലേലൂയ ഇന്നത്തെ പക ഈ വൈകിയ സമയം വരെ നിർത്തിയ ആ ദൈവത്തിന് നാം നന്ദി കരയേറ്റണം. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ചെറിയ ഉപകാരമായാലും വലിയ ഉപകാരമായാലും നാം ദൈവത്തിന് നന്ദി കരയേറ്റുന്നവരായിത്തീരണം. സ്തോത്രം. ദൈവം ചെയ്യുന്നത് എന്തു തന്നെ ആയാലും ഹല്ലേലൂയ നാം ദൈവത്തിന് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നവരായിത്തീരണം. ദാവീദിനെ ഹല്ലേലൂയ ശത്രുവിൻ്റെ മുൻപിൽ നിന്ന് രക്ഷിച്ചപ്പോൾ പറയുകയാണ് ഹല്ലേലൂയ അതിൻ്റെ 6-ാം വാക്യത്തിൽ ഹല്ലേലൂയ ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. സ്തോത്രം. എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. ഹല്ലേലൂയ നിലവിളിക്കുവാൻ തയ്യാറാകുന്നു എങ്കിൽ ഹല്ലേലൂയ നാം നിലവിളിക്കുവാനായി ദൈവപാദപീഠത്തിലേക്ക് ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമാണ്. സ്തോത്രം. കേൾക്കുമ്പോൾ ഹല്ലേലൂയ നിലവിളി കേൾക്കുമ്പോൾ അവിടെ ഹല്ലേലൂയ ഒരു വിടുതലുണ്ടാകും. ഹല്ലേലൂയ നിശ്ചയമായും ഹല്ലേലൂയ ഏത് ആവശ്യത്തിൻ്റെ മുഖത്തായിരുന്നാലും ഏത് കഷ്ടതയുടെ മധ്യത്തിലായിരുന്നാലും നിലവിളിക്കുവാൻ തയ്യാറാകുന്നുവോ ഹല്ലേലൂയ ആ നിലവിളിയുടെ മധ്യത്തിൽ ഹല്ലേലൂയ ദൈവം തൻ്റെ പ്രവൃത്തി ഹല്ലേലൂയ നമുക്ക് വേണ്ടി ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ നാം ഹല്ലേലൂയ നിലവിളിക്കുവാൻ തയ്യാറാകുമ്പോൾ മാത്രമേ ഹല്ലേലൂയ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്ന് രക്ഷിച്ചു എന്ന് ദാവീദ് പറയുന്നത് പോലെ നമുക്കും പറയുവാൻ ഇടയായിത്തീരണം. എൻ്റെ നിലവിളി ദൈവം കേട്ടു, എൻ്റെ കഷ്ടതകൾ നിന്ന് വിടുവിച്ചു, ഹല്ലേലൂയ എന്നെ സഹായിച്ചു, ഹല്ലേലൂയ എന്നെ ശക്തീകരിച്ചു എന്ന് നമുക്കും പറയണം. സ്തോത്രം. അടുത്ത വാക്യം പറയുന്നത് യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. സ്തോത്രം. ഈ ദൈവത്തിൻ്റെ ദൂതൻ ഹല്ലേലൂയ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി വിടുവിക്കുന്നതാണ്. ഹല്ലേലൂയ പലപ്പോഴും ജീവിതത്തിന് നേരെ അപകടങ്ങൾ അനർത്ഥങ്ങൾ കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ ഭാരമായി തീരുവാൻ ഇടയാകാഞ്ഞത് ഹല്ലേലൂയ ദൈവത്തിൻ്റെ ദൂതൻ നമുക്ക് വേണ്ടി ഇറങ്ങി നമ്മെ സംരക്ഷിച്ചത് കൊണ്ടാണ്. സ്തോത്രം. ഹല്ലേലൂയ ദൈവത്തിൻ്റെ ദൂതൻ നമുക്ക് വേണ്ടി ഇറങ്ങി നമ്മെ സംരക്ഷിച്ചതിനാൽ അനവധി അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ ഇടയായി തീർന്നു. നമുക്ക് ഹല്ലേലൂയ ദാനിയേലിനെ പറ്റി നോക്കുമ്പോൾ ദാനിയേലിൻ്റെ പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ ഇപ്രകാരം രാജാവ് ദാനിയേലിനോട് ചോദിക്കുകയാണ്, സിംഹക്കുഴിയിൽ ഇട്ടതിന് ശേഷം ഹല്ലേലൂയ രാത്രി മുഴുവനും ഉറക്കമില്ലാതെ രാജാവ് ഉണർന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ദൈവത്തോട് അപേക്ഷിച്ചതിന് ശേഷം ആ സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് കടന്നു വന്നിട്ട് ഈ പ്രകാരം ദാവീദിനോട് ചോദിക്കുന്നതായ ഒരു വാക്യം നമുക്ക് കാണുവാൻ കഴിയും. ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 21, 22 വാക്യങ്ങളെ ദാനിയേൽ രാജാവിനോട് രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതെ ഇരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവൻ്റെ വായെ അടച്ചു കളഞ്ഞു. ഹല്ലേലൂയ. 20-ാം വാക്യത്തിൽ ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഗുഹയുടെ അരികെ എത്തിയപ്പോൾ അവൻ ദുഃഖശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ഗുഹയിൽ ഇടുവാനായിട്ട് അനുമതി കൊടുത്തത് രാജാവാണെങ്കിൽ പോലും രാജാവിന് ഹല്ലേലൂയ ദാനിയേലിനെ സിംഹത്തിൻ്റെ ഗുഹയിൽ ഇട്ടതിൽ ഹല്ലേലൂയ വിഷമം തോന്നിയതിനാൽ അവൻ ദുഃഖ സ്വരത്തോടെ ദാനിയേലിനെ വിളിക്കുകയാണ്. രാത്രി കഴിച്ചതിന് ശേഷം സ്തോത്രം ഹല്ലേലൂയ ബന്ധപ്പെട്ട് സിംഹഗുഹയുടെ അരികെ വന്നു. ഗുഹയുടെ അരികെ എത്തിയപ്പോൾ ദുഃഖ ശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ചു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു, ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലേ, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന ദൈവം നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. സ്തോത്രം.
ദാനിയേലിനോട് ഒരു രാജാവ് ചോദിക്കുകയാണ്, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന ദൈവം, സ്തോത്രം, ഹല്ലേലൂയ, എപ്പോഴും ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവൻ, ഹല്ലേലൂയ, 3 നേരവും സങ്കടം ബോധിപ്പിച്ച് ഹല്ലേലൂയ കരയുന്നവൻ, ഹല്ലേലൂയ, അതെല്ലാ കാര്യങ്ങളെയും രാജാവ് അറിഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ദാനിയേലിനോട് ചോദിക്കുകയാണ്, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന ദൈവം നിന്നെ സിംഹങ്ങളുടെ കയ്യിൽ നിന്ന് വിടുവിച്ചോ? ഹല്ലേലൂയ. അപ്പോൾ രാജാവിനോട് ദാനിയേൽ പറയുന്ന കാര്യമാണ്, സ്തോത്രം, 22-ാം വാക്യത്തിൽ നാം വായിക്കാൻ കഴിയുന്നത്, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതെ ഇരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായെ അടച്ചു കളഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. സിംഹങ്ങൾ എനിക്ക് കേടുവരാതെ ഇരിക്കേണ്ടതിന്, സ്തോത്രം, ഒരു ദൈവത്തിൻ്റെ ഭക്തനായിരുന്നതിനാൽ, ഇടപെടാതെ ദൈവത്തെ സേവിക്കുന്ന ഒരു വ്യക്തി ആയതിനാൽ, സ്തോത്രം, ഹല്ലേലൂയ, വ്യക്തിക്ക് ഹല്ലേലൂയ ഇപ്രകാരം സിംഹത്തിൻ്റെ ഗുഹയിലൂടെ കടന്നു പോകേണ്ട ഒരു സാഹചര്യം കടന്നു വന്നപ്പോൾ സിംഹങ്ങൾ കേടുവരുത്താതെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് രക്ഷിച്ചു. സ്തോത്രം, എത്രയോ പ്രാവശ്യമാണ് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ദൂതന്മാർ നാം പോലും അറിയാതെ ഇറങ്ങി നമ്മെ രക്ഷിപ്പാൻ ഇടയായി തീർന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ഒന്ന് നാം പുറകോട്ട് ചിന്തിച്ചു നോക്കുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, രേഖ നമുക്ക് വിരോധമായി എഴുതിയപ്പോൾ ദാനിയേല് ദൈവത്തിന് വേണ്ടി നിന്ന് ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ പ്രതികൂല ദാനിയേലിന്റെ ജീവിതത്തിൽ കടന്നു വന്നു. ദാനിയേലിന് വിരോധമായി രേഖ എഴുതി, ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ അതിൻ്റെ മധ്യത്തിലും രേഖ എഴുതിയിരിക്കുന്നുവെന്ന് ദാനിയേൽ അറിഞ്ഞിട്ടും ദാനിയേൽ ഇടപെടാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഹല്ലേലൂയ ദാനിയേലിന് വേണ്ടി ദൈവം സിംഹത്തിൻ്റെ ഗുഹയിൽ തൻ്റെ ദൂതനെ അയക്കുവാനിടയായി തീർന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ പ്രിയമുള്ളവരെ, നാം ഈ ദിവസങ്ങൾ ഇടപെടാതെ ദൈവത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവത്തിനു വേണ്ടി നിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഹല്ലേലൂയ നമുക്ക് വേണ്ടിയും പ്രവർത്തിക്കുവാനായി തൻ്റെ ദൂതന്മാരെ അയക്കുന്ന കർത്താവാണ്. സ്തോത്രം, ഹല്ലേലൂയ. ദാനിയേൽ പ്രാർത്ഥിക്കുവാനിരുന്നപ്പോൾ ഹല്ലേലൂയ ദാനിയേലിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ആദ്യ ദിവസത്തിൽ തന്നെ ദൈവസന്നിധാനത്തിൽ നിന്ന് പുറപ്പെട്ടു. എന്നാൽ ആ പ്രാർത്ഥനയുടെ മറുപടി ആകാശത്തിൽ തടയപ്പെട്ടപ്പോൾ പിന്നെയും ദാനിയേൽ പ്രാർത്ഥിക്കുവാനിടയായപ്പോൾ ഹല്ലേലൂയ ദൈവം പ്രധാന ദൂതനായ മീഖായേലിനെ ഹല്ലേലൂയ ദാനിയേലിന്റെ പ്രാർത്ഥനയുടെ മറുപടി ദാനിയേലിന്റെ കരങ്ങളിൽ എത്തിക്കുവാനായിട്ട് ആ ദൂതനെ അയക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. എവിടെയാണ് തടയപ്പെട്ടത്? ആരാണ് തടഞ്ഞു വെച്ചത്? അവിടെ ഒരു യുദ്ധം നടത്തിക്കൊണ്ട്, സ്തോത്രം, അവിടെ ഒരു യുദ്ധം നടത്തിക്കൊണ്ട് ഹല്ലേലൂയ ദാനിയേലിന്റെ പ്രാർത്ഥനയുടെ മറുപടി തൻ്റെ കരങ്ങളിൽ എത്തുവാനിടയായി തീർന്നു. സ്തോത്രം, ഈ ദിവസങ്ങൾ പ്രാർത്ഥനയുടെ മറുപടി തടയപ്പെട്ടിരിക്കുന്നുവോ? ഹല്ലേലൂയ. ആ തടയപ്പെട്ടിരിക്കുന്നുവെങ്കിൽ, ഇടപെടാതെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, ഹല്ലേലൂയ, രാവും പകല് നിലവിളിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ദൈവം തൻ്റെ ദൂതനെ അയച്ച് ഹല്ലേലൂയ എവിടെയാണ് പ്രാർത്ഥന തടയപ്പെട്ടിരിക്കുന്നത് അവിടെ ഹല്ലേലൂയ ദൂതനെ ഇറക്കി ഹല്ലേലൂയ ഒരു യുദ്ധം നടത്തി ഹല്ലേലൂയ ആ പ്രാർത്ഥന ഹല്ലേലൂയുടെ മറുപടി കരങ്ങളിൽ എത്തുവാനിടയായി തീരും. സ്തോത്രം, ഹല്ലേലൂയ. ഹല്ലേലൂയ. നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മറുപടി നമ്മുടെ കരങ്ങളിൽ കടന്നു വരണമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. എവിടെയാണ് തടയപ്പെട്ടത്? ആ തടയപ്പെട്ട മേഖലകളിൽ ഒരു യുദ്ധം നടന്നേ മതിയാവോ? ആ യുദ്ധത്തിനായി ദൈവം തൻ്റെ ദൂതനെ അയക്കണമോ? നാം ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവരായി തീരണം. സ്തോത്രം, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ 2026 എന്ന് പറയുന്നത് ഹല്ലേലൂയ 2025 പോലെ ആകണമെന്നില്ല. ഹല്ലേലൂയ. 2025 അല്പസ്വല്പം ബുദ്ധിമുട്ടുകൾ, അല്പസ്വല്പം കഷ്ടതകൾ, അല്പസ്വല്പം ക്ലേശങ്ങൾ ഇങ്ങനെ കടന്നു വന്നപ്പോൾ നമുക്കത് ഭാരമായി തീർന്നിരിക്കാം. എന്നാൽ അതിനേക്കാൾ ഉപരിയായി ഹല്ലേലൂയ 2026 നമ്മെ കാത്തിരിക്കുമ്പോൾ ഹല്ലേലൂയ നാം രക്ഷപ്പെടണമോ? ഹല്ലേലൂയ. ഒരു ദൂതന്റെ സംരക്ഷണം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ കടന്നു വരുമ്പോൾ ദൂതനാൽ സൂക്ഷിക്കപ്പെട്ടുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തിന്റെ വിടുതൽ നമുക്ക് കാണണം. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇടപെടാതെ നാം പ്രാർത്ഥിക്കുന്നവരായി തീരണം. ദൈവ സന്നിധാനത്തിൽ ഹല്ലേലൂയ നമ്മുടെ വേദനകളെ, നമ്മുടെ നിരാശകളെ, നമ്മുടെ ഭാരങ്ങളെ നാം പങ്കുവയ്ക്കുവാൻ തയ്യാറാകുമ്പോൾ ഹല്ലേലൂയ ദൈവിക വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരിക തന്നെ ചെയ്യും. സ്തോത്രം, ഹല്ലേലൂയ. ഹല്ലേലൂയ. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും നോക്കുമ്പോൾ ഹല്ലേലൂയ ദൂതന്മാർ ഹല്ലേലൂയ ഇറങ്ങി പ്രവർത്തിച്ചതായി കാണുവാൻ കഴിയുന്നു. അപ്രകാരമെങ്കിൽ ഹല്ലേലൂയ ദൂതന്മാർ നമുക്ക് വേണ്ടി സേവകാത്മാക്കളായ ദൂതന്മാർ
നമുക്ക് വേണ്ടി ഇറങ്ങുകയും നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ നാം നോക്കണമേ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തനം എഴുതിയ ദാവീദ് പറയുന്നത്, ഹല്ലേലൂയ, യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. സ്തോത്രം. യഹോവയുടെ ദൂതൻ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി വിടുവിക്കുന്നു. അനർത്ഥമാകട്ടെ, ആപത്താകട്ടെ, പ്രതികൂല സാഹചര്യങ്ങളാകട്ടെ, എന്തു തന്നെ ആകട്ടെ, ദൂതന്മാർ ഇറങ്ങി ഭക്തന്മാർക്ക് പാളയമായി ഇറങ്ങിക്കൊണ്ട് ഹല്ലേലൂയ അവരെ വിടുവിക്കുവാനിടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. അശൂർ പാളയത്തെ നോക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ ഹല്ലേലൂയ 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 35-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്, അന്നു രാത്രി യഹോവയുടെ ദൂതൻ പുറപ്പെട്ട് അശൂർ പാളയത്തിൽ 1,85,000 പേരെ കൊന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ അവർ എല്ലാവരും ശവങ്ങളായി കിടക്കുന്നത് കാണുവാനിടയായി തീർന്നു. ഒരു ദൂതൻ ഹല്ലേലൂയ അശൂർ പാളയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ 1,85,000 പേര് അവിടെ സംഹരിക്കപ്പെടുവാനിടയായി തീർന്നു. കാരണമെന്ത്? ഹല്ലേലൂയ അവിടെ പ്രാർത്ഥിക്കുവാനായിട്ട് ഹിസ്കിയാവ് തയ്യാറായി. ഹിസ്കിയാവിന് വിരോധമായിട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ സൻഹരീബ് പദ്ധതികൾ ഒരുക്കിയപ്പോൾ, ഹിസ്കിയാവിന് വിരോധമായിട്ട് അശൂർ പദ്ധതികൾ ഒരുക്കിയപ്പോൾ ഹല്ലേലൂയ അവർക്ക് പ്രാർത്ഥനയല്ലാതെ വേറെ ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. ദൈവത്തെ നിന്ദിക്കുന്ന കാര്യാദികൾ അവിടെ കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ ഇസ്രായേലിൻ്റെ ദൈവത്തെ നിന്ദിക്കുന്ന കാര്യാദികൾ കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ ഹിസ്കിയാവും യെശയ്യാ പ്രവാചകനും മറ്റുള്ളവരെല്ലാം ചേർന്നുകൊണ്ട് ഹല്ലേലൂയ ദൈവമുഖത്തേക്ക് നോക്കുവാനിടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇപ്രകാരമാണ്, യഹോവേ ചെവിചായ്ച്ച് കേൾക്കണമേ, യഹോവേ തൃക്കണ്ണ് തുറന്ന് നോക്കണമേ. ജീവനുള്ള ദൈവത്തെ നിന്ദിപ്പാൻ അയച്ചിരിക്കുന്ന സൻഹരീബിൻ്റെ വാക്ക് കേൾക്കണമേ. ജീവനുള്ള ദൈവത്തെ നിന്ദിപ്പാനായിട്ട് കടന്നു വന്നിരിക്കുന്നവൻ്റെ വാക്ക് കേൾക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ഇപ്പോഴോ ഞങ്ങളുടെ ദൈവമായ യഹോവേ, നീ ഒരുവൻ മാത്രം യഹോവയായ ദൈവം എന്ന് ഭൂമിയിലെ സകല രാജ്യങ്ങളും അറിയേണ്ടതിന് ഞങ്ങളെ അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണമേ. സ്തോത്രം. ഹല്ലേലൂയ പറയുകയാണ്, യഹോവയായ ദൈവമേ, നീ ഒരുവൻ മാത്രം യഹോവയായ ദൈവമെന്ന് ഭൂമിയിലെ സകല രാജ്യങ്ങളും അറിയേണ്ടതിനെ ഞങ്ങളെ അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണമേ. ഹല്ലേലൂയ. ഭൂമിയിലെ സകല രാജ്യങ്ങളും അറിയണം ദൈവം ഒരുവൻ മാത്രമാണെന്ന്. അത് ദാനിയേലിനെ സിംഹത്തിൻ്റെ ഗുഹയിൽ നിന്ന് കയറ്റിയപ്പോൾ, രാജാവ് സിംഹത്തിൻ്റെ ഗുഹയിൽ നിന്ന് ദാനിയേലിനെ കയറ്റിയപ്പോൾ ഹല്ലേലൂയ രാജാവ് തന്നെ പറയുവാനിടയായി തീർന്നു, ദാനിയേലിൻ്റെ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ല. അതുകൊണ്ട് ഇന്ന് മുതൽ എല്ലാവരും ദാനിയേലിൻ്റെ ദൈവത്തെ ആരാധിക്കണമെന്ന് അവിടെയും പറയുവാനിടയായി തീർന്നു. ഇവിടെ ഹിസ്കിയാവ് പറയുകയാണ്, ഹല്ലേലൂയ ഭൂമിയിലെ സകല ജനവും അറിയണം യഹോവയായ ദൈവത്തെ പോലെ വേറൊരു ദൈവവുമില്ല. ഹല്ലേലൂയ നാം സേവിക്കുന്ന ദൈവം ഒരു സാധാരണ ദൈവമല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ ദൈവത്തിൻ്റെ ശക്തി ഹല്ലേലൂയ ഹല്ലേലൂയ തിരിച്ചറിയത്തക്ക നിലയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹല്ലേലൂയ അതിൻ്റെ 35-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്, അന്ന് രാത്രിയിൽ ഹല്ലേലൂയ 32 മുതൽ നാം വായിക്കുമ്പോൾ, അതുകൊണ്ട് യഹോവ അശൂർ രാജാവിനെ കുറിച്ച് ഇപ്രകാരം അരുളി ചെയ്തു, അവൻ ഈ നഗരത്തിലേക്ക് വരികയില്ല. പ്രാർത്ഥന കേട്ടപ്പോൾ ദൈവം തൻ്റെ ഭക്തന്മാരുടെ പ്രാർത്ഥന കേട്ടപ്പോൾ ദൈവം ഉത്തരമായിട്ട് പറയുകയാണ്, അതുകൊണ്ട് യഹോവ അശൂർ രാജാവിനെ കുറിച്ച് ഇപ്രകാരം അരുളി ചെയ്തു, അവൻ ഈ നഗരത്തിലേക്ക് വരികയില്ല. സ്തോത്രം. ശത്രു വരികയില്ല, ശത്രു വരികയില്ല. ഹല്ലേലൂയ. ശത്രു എവിടെ പദ്ധതികൾ എടുക്കുന്നോ അവിടെ തന്നെ തകരത്തക്ക നിലയിൽ ശത്രു എവിടെ ഹല്ലേലൂയ ദൈവജനത്തിന് വിരോധമായി, ദൈവമക്കൾക്ക് വിരോധമായി, ദൈവത്തെ സേവിക്കുന്നവർക്ക് വിരോധമായി പദ്ധതികൾ ഒരുക്കുന്നോ അവിടെ തന്നെ ആ പദ്ധതി പൊളിയത്തക്ക നിലയിൽ പ്രാർത്ഥനയുടെ ശക്തി വെളിപ്പെടും. സ്തോത്രം. പ്രിയമുള്ളവരെ, നാം പ്രാർത്ഥിപ്പാൻ തയ്യാറാകുന്നുവെങ്കിൽ, നാം ദൈവസന്നിധാനത്തിൽ നിലവിളിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ഹല്ലേലൂയ ആ നിലവിളിക്ക് മറുപടിയായിട്ട് ദൂതനിറങ്ങുക തന്നെ ചെയ്യും. സ്തോത്രം.
ഇവിടെ ഹല്ലേലൂയ പറയുകയാണ്, അതുകൊണ്ട് യഹോവ അശ്ശൂർ രാജാവിനെ കുറിച്ച് ഇപ്രകാരം അരുളി ചെയ്യുന്നത്, അവൻ ഈ നഗരത്തിലേക്ക് വരികയില്ല, ഒരു അമ്പ് അവിടെ എയ്യുകയില്ല, അതിൻ്റെ നേരെ പരിചയോടുകൂടെ വരികയില്ല, അതിനെ എതിരെ വാട കോരുകയുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. നിലവിളിക്കുവാൻ തുടങ്ങിയപ്പോൾ ഒരു അമ്പ് എയ്യുകയില്ല, അവൻ ഈ നഗരത്തിലേക്ക് വരികയില്ല, ഒരു അമ്പ് എയ്യുകയില്ല, അതിൻ്റെ നേരെ പരിചയ കൂടെ വരികയില്ല, അതിന് എതിരെ വാട കോരുകയില്ല, അവൻ വന്ന വഴിക്ക് തന്നെ മടങ്ങിപ്പോകും. സ്തോത്രം. ശത്രു ഒരു വഴിയായി വരുമ്പോൾ 7 വഴിയായി പോകത്തക്ക നിലയിൽ പ്രവർത്തിപ്പാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. സ്തോത്രം. ഇന്ന് ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നുവോ, ഏതെങ്കിലും ശത്രുവിനാലുള്ള ഞെരുക്കത്താൽ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്ന വ്യക്തിയാണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ പറയട്ടെ. ഹല്ലേലൂയ. ഒരു വഴിയായി വരുന്ന ശത്രു 7 വഴിയായി പോകും. പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തോട് നിലവിളിക്കുവാൻ തയ്യാറാകുമ്പോൾ, ഹല്ലേലൂയ, ശത്രു എതിലേ പോയെന്ന് നമുക്ക് പോലും തിരിച്ചറിയുവാൻ കഴിയാത്ത രീതിയിലുള്ള ദൈവ പ്രവൃത്തി വെളിപ്പെടും. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ, ശത്രുവിനെ നാം വലുതായി കാണാതെ വണ്ണം ദൈവത്തെയും ദൈവത്തിൻ്റെ ശക്തിയെയും നാം വലുതായി കാണുന്നവരായി തീരണം. സ്തോത്രം. ഹല്ലേലൂയ. ശത്രു പരാജയപ്പെട്ടവനാണ്. കാൽവരി ക്രൂശിൽ ഹല്ലേലൂയ ശത്രുവിനെ മേൽ ജയോത്സവം കൊണ്ടാടിയ ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. പരാജയപ്പെട്ട ശത്രുവിനെ കുറിച്ച് നാം ചിന്തിക്കുവാൻ ഇടയാകാതെ നാം ദൈവത്തെക്കുറിച്ച് ചിന്തിച്ച് ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നിശ്ചയമായി നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. ഇവിടെ നോക്കണമേ. ഹല്ലേലൂയ. അവൻ വന്ന വഴിക്ക് തന്നെ മടങ്ങിപ്പോകും, ഈ നഗരത്തിലേക്ക് വരികയില്ല. എൻ്റെ നിമിത്തം, എൻ്റെ ദാസനായ ദാവീദിന്റെ നിമിത്തം ഞാൻ ഈ നഗരത്തെ പാലിച്ച് രക്ഷിക്കുമെന്ന് അരുളി ചെയ്തു. ഹല്ലേലൂയ. ദൈവം പറയുകയാണ്, എൻ്റെ ദാസനായ ദാവീദിന്റെ നിമിത്തം, ദാവീദ് എനിക്ക് വേണ്ടി നിന്നതിനാൽ ദാവീദിന്റെ നിമിത്തം ഞാൻ ഈ നഗരത്തെ പാലിച്ച് രക്ഷിക്കും. ഇപ്രകാരം പറഞ്ഞതിന് ശേഷം പറയുകയാണ്, അന്ന് രാത്രി യഹോവയുടെ ദൂതൻ പുറപ്പെട്ട് അശ്ശൂർ പാളയത്തിൽ 1,85,000 പേരെ കൊന്നു. വലിയ വെല്ലുവിളിയോടെ ദൈവത്തെ നിന്ദിച്ച്, ദൈവത്തെ നിന്ദിച്ച് ഹല്ലേലൂയ ചലഞ്ച് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, ആ ശത്രുവിനെ തകർക്കത്തക്ക നിലയിൽ, ആ ശത്രുവിനെ ഇല്ലാതാക്കത്തക്ക നിലയിൽ ആ പാളയത്തിലേക്ക്, അശ്ശൂർ പാളയത്തിലേക്ക് ഓരോ ദൂതരിറങ്ങിയപ്പോൾ 1,85,000 പേർ ഹല്ലേലൂയ സംഹരിക്കപ്പെടുവാനിടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. എവിടെയാണ് ശത്രു നിന്ദിക്കുന്നത്? എവിടെയാണ് ശത്രു വെല്ലുവിളിക്കുന്നത്? എവിടെയാണ് ശത്രു അപമാനിക്കുന്നത്? അവിടെ നാം പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമ്പോൾ, ശത്രുവിനോട് നാം എതിർക്കുവാൻ പോകാതെ വണ്ണം ദൈവത്തോട് ഹല്ലേലൂയ പ്രാർത്ഥിക്കുവാൻ, കരയുവാൻ തയ്യാറാകുമ്പോൾ അവിടെ പ്രവർത്തിപ്പാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹല്ലേലൂയ പറയുന്നത്, പത്രോസിൻ്റെ 1 പത്രോസ് 5:8 നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹമെന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് ചുറ്റി തിരിഞ്ഞു നടക്കുന്നു. ഹല്ലേലൂയ. പ്രതിയോഗിയായ പിശാച് ശത്രുവായിട്ട് ഹല്ലേലൂയ എപ്രകാരം തകർക്കണമെന്ന് ചുറ്റി തിരിഞ്ഞു നിൽക്കുമ്പോൾ ഈ ദിവസങ്ങൾ നാം ഒന്ന് ഉണരേണ്ടത് ആവശ്യമാണ്, നിർമ്മതരായിരിക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം നാം ധരിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. പിശാച് കെണികൾ ഒരുക്കുമ്പോൾ, ഹല്ലേലൂയ, ശത്രു തന്ത്രശാലിയായി നമുക്ക് വിരോധമായി പദ്ധതികളും പ്ലാനുകളും ഒരുക്കുമ്പോൾ അതിനെ കണ്ടുകൊണ്ട് ഈ ദിവസങ്ങൾ നാം ഉണരേണമോ? ഹല്ലേലൂയ. വരുന്ന അനർത്ഥങ്ങളിൽ നിന്ന്, ആപത്തുകളിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമോ? നാം പ്രാർത്ഥനയിൽ ഉണർന്നിരിക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. 91 സങ്കീർത്തനത്തിൻ്റെ 11-12 വാക്യങ്ങളിൽ പ്രകാരം പറയുന്നത്, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ ഇരിക്കേണ്ടതിന് അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സ്തോത്രം. ഹല്ലേലൂയ.
ദൂതന്മാരാലുള്ള ആ സംരക്ഷണം എന്ന് പറയുന്നത് ഹല്ലേലൂയ, എവിടെയാണ് നാം വീണു പോകുന്നത് അവിടെ നമ്മെ താങ്ങുന്നതായ ദൂതൻ. ഹല്ലേലൂയ, എവിടെയാണ് ഹല്ലേലൂയ നാം പരാജയപ്പെടുന്നത്, പരാജയപ്പെടുവാൻ അനുവദിക്കാതെ വണ്ണം ദൈവത്തിൻ്റെ ദൂതൻ നമുക്ക് വേണ്ടി ഇറങ്ങി നമുക്ക് വേണ്ടി ജയം നൽകുന്ന ദൈവം. സ്തോത്രം. ഹല്ലേലൂയ, നിന്റെ എല്ലാ വഴികളിലും ഹല്ലേലൂയ എവിടെയാണ് ഹല്ലേലൂയ നാം പോകുന്നത്, എവിടെയാണ് നാം വരുന്നത്, ഹല്ലേലൂയ നിന്നെക്കുറിച്ച് ദൂതന്മാരോട് കൽപ്പിക്കും. ഹല്ലേലൂയ, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ ഇരിക്കേണ്ടതിന് അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സ്തോത്രം. നമ്മെ വഹിക്കുന്ന ആ ദൈവത്തിൻ്റെ കരം ഹല്ലേലൂയ നമ്മോട് കൂടെയുണ്ട്. മോശയോട് കൂടെയിരുന്ന കർത്താവ് യോശുവയോട് കൂടെ ഇരുന്നു കൊണ്ട് ഇപ്രകാരം പറയുകയാണ്. മോശയോട് കൂടെ ഇരുന്ന ദൈവം യോശുവയോട് പറയുകയാണ്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല. സ്തോത്രം. നിന്റെ ജീവകാലത്ത് ഹല്ലേലൂയ മോശയോട് കൂടെ ഇരുന്ന ദൈവമാണ്. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ജീവകാലത്ത് ഒരിക്കലും ഒരു ശത്രു നിന്റെ നേരെ നിൽക്കയില്ല. ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോടും കൂടെയിരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. സ്തോത്രം. കൈവിടാത്ത ദൈവം, ഉപേക്ഷിക്കാത്ത ദൈവം, കൂടെയിരിക്കുന്ന ദൈവം. അതുകൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടത്? ഉറപ്പും ധൈര്യമുള്ളവരായിരിപ്പീൻ. ഉറപ്പും ധൈര്യപരമായി ഇരിക്കാം. ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ഈ ദേശത്തെ അവകാശമായി വിഭാഗിക്കും. ദൈവം പറഞ്ഞ കാര്യങ്ങൾ നാം ഉറപ്പുള്ളവരായി ധൈര്യത്തോടെ ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ദൈവം. സ്തോത്രം. ഹല്ലേലൂയ, ഒരിക്കലും ഭയപ്പെടുവാൻ ഇടയാകാതെ വണ്ണം, ഉപേക്ഷിക്കുവാൻ ഇടയാകാതെ വണ്ണം ദൈവം നമ്മെ കരുതുന്ന ആ കരുതലുകളെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ, പലപ്പോഴും മനുഷ്യർ നമ്മെ തള്ളിക്കളഞ്ഞെന്നിരിക്കാം. ഹല്ലേലൂയ, പലപ്പോഴും മനുഷ്യർ നമ്മെ ഉപേക്ഷിച്ചെന്നിരിക്കാം. എന്നാൽ ഉപേക്ഷിക്കാത്ത ഒരു കർത്താവ് എപ്പോഴും നമുക്ക് വേണ്ടിയിട്ട് ഹല്ലേലൂയ പ്രവർത്തിപ്പാൻ തയ്യാറാണ്. ദൂതനെ അയച്ച് ഹല്ലേലൂയ വിടുവിക്കുന്ന ദൈവം. ഒരനർത്ഥവും ഭവിക്കാതെ വണ്ണം, ഒരു ബാധയും കൂടാരത്തിൽ അടുക്കാതെ വണ്ണം ഹല്ലേലൂയ എന്തെല്ലാം അടുത്തു വരുന്നോ അതിനെല്ലാം അകറ്റിക്കളഞ്ഞുകൊണ്ട് വിടുവിക്കുന്ന ഒരു ദൈവ സാന്നിധ്യത്താൽ നാം നിറയപ്പെടേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. പത്രോസിനു വേണ്ടി നാം നോക്കുമ്പോൾ പത്രോസിനു വേണ്ടി ഹല്ലേലൂയ ദൈവം തൻ്റെ ദൂതനെ അയച്ച ആ കാര്യാദികളെ നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിൻ്റെ വചനം അതിശക്തമായി പ്രസ്താവിച്ചപ്പോൾ ഹല്ലേലൂയ ദൈവത്തിനു വേണ്ടി നിന്നപ്പോൾ ഹല്ലേലൂയ പത്രോസിനെ ഹല്ലേലൂയ പടയാളികൾ പിടിച്ച് ജയിലിൽ അടയ്ക്കുകയും ഹല്ലേലൂയ ഇത്രയും ശക്തമായ ഒരു കാവൽ പത്രോസിനു വേണ്ടി നിർത്തി. കാരണം പത്രോസ് ഹല്ലേലൂയ ഇതിനു മുമ്പിട്ടും ഹല്ലേലൂയ രക്ഷപ്പെട്ടു പോയതായി കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് ഹല്ലേലൂയ അപ്രകാരം ഒരു കാവൽ നിർത്തിയതിന് ശേഷം ഹല്ലേലൂയ രാത്രിയിൽ ഹല്ലേലൂയ പത്രോസ് ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു സഭ ശ്രദ്ധയോടെ പത്രോസിനു വേണ്ടി പ്രാർത്ഥിച്ചതിനാൽ ഹല്ലേലൂയ പത്രോസിന്റെ അടുക്കിലേക്ക് ദൂതൻ ഇറങ്ങുവാൻ ഇടയായി തീർന്നു. അല്ല, പത്രോസ് പറയുന്നത് കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് ഹെരോദാവിൻ്റെ കയ്യിൽ നിന്നും യഹൂദാജനത്തിൻ്റെ സകല പ്രതീക്ഷയിൽ നിന്ന് എന്നെ വിടുവിച്ചു എന്ന് ഞാനിപ്പോൾ വാസ്തവമായി അറിയുന്നു. സ്തോത്രം. കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് ഹെരോദാവിൻ്റെ കയ്യിൽ നിന്ന് ഈ രാത്രി ഹല്ലേലൂയ ഈ ഉറങ്ങുന്ന രാത്രി ഒന്ന് കഴിഞ്ഞ് ഒരു പ്രഭാതമുണ്ടായാൽ പത്രോസിൻ്റെ മരണം ഉറപ്പാണ്. ഹല്ലേലൂയ പത്രോസ് പിന്നെ രക്ഷപ്പെടുവാൻ പോകുന്നില്ല. ഹല്ലേലൂയ അപ്രകാരമുള്ള കാര്യാദികൾ ക്രമീകരിച്ചിരിക്കുമ്പോൾ അതേ രാത്രിയിൽ തന്നെ ഹല്ലേലൂയ ഒരു സഭ പത്രോസിന് വേണ്ടിയിട്ട് ഉണർന്നിരുന്ന ആ രാത്രിയിൽ പ്രാർത്ഥിക്കുകയാണ് പത്രോസിൻ്റെ വിടുതലിന് വേണ്ടിയിട്ട്. അപ്പോൾ ഹല്ലേലൂയ പ്രാർത്ഥന ദൈവസന്നിധാനത്തിൽ എത്തിയപ്പോൾ ഹല്ലേലൂയ ദൈവം തൻ്റെ ദൂതനെ പത്രോസിനു വേണ്ടിയിട്ട് അയച്ചുകൊണ്ട് ഹല്ലേലൂയ ഹെരോദാവിൻ്റെ കയ്യിൽ നിന്നും യഹൂദാജനം പ്രതീക്ഷയോടെ ഇരിക്കുകയാണ്. ഈ പത്രോസിനെ രാവിലെ ഹല്ലേലൂയ കൊന്നുകളയണം, പത്രോസിനെ ഇല്ലായ്മ ചെയ്യണം എന്നീ ആ പ്രതീക്ഷയോടിരുന്ന യഹൂദാജനത്തിൻ്റെ പ്രതീക്ഷയിൽ നിന്ന് വിടുവിക്കേണ്ടതിനെ ഹല്ലേലൂയ പത്രോസിന് വേണ്ടി ദൂതനെ അയച്ചു. സ്തോത്രം. ഹല്ലേലൂയ പത്രോസ് ബന്ധിക്കപ്പെട്ടവനായിട്ടാണ് ഇരുന്നത്. ദൂതൻ പത്രോസിന്റെ അടുക്കലേക്ക് ചെന്ന് പത്രോസിനെ തട്ടി ഉണർത്തിയപ്പോൾ പത്രോസിന്റെ കയ്യിലെ ചങ്ങലകളെല്ലാം താഴെ വീഴുവാൻ ഇടയായി തീർന്നു. അരമുറുക്കി ചെരുപ്പിട്ടുകൊണ്ട് ഹല്ലേലൂയ ദൂതന്റെ പുറകെ സഞ്ചരിക്കുകയാണ്. ഓട്ടോമാറ്റിക്കായിട്ട് ഹല്ലേലൂയ ഒന്നാം വാതിൽ തുറന്നു, ആ വാതിലിലൂടെ കടന്നു. രണ്ടാം വാതിൽ തുറന്നു, ആ വാതിലിലൂടെ കടന്നു. ഹല്ലേലൂയ പട്ടണത്തിലേക്കുള്ള
ഇരുമ്പ് വാതിലും അവർക്ക് സ്വതവേ തുറന്നു. അപ്രകാരം ആ വാതിലിലൂടെ കടന്ന് ഹല്ലേലൂയ പട്ടണത്തിലേക്ക് പോകുകയാണ്. സ്തോത്രം ഹല്ലേലൂയ. പലപ്പോഴും ഹല്ലേലൂയ പ്രിയമുള്ളവരെ, ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ നമ്മെ ശത്രു ആക്കിക്കളയുന്നു. എഴുന്നേൽക്കരുതേ, ഹല്ലേലൂയ സഞ്ചരിക്കരുതേ, പുറത്തു പോകരുതേ, ഹല്ലേലൂയ ഹല്ലേലൂയ വാതിൽ കടക്കരുതേ. ഇപ്രകാരമുള്ള കാര്യാദികളെ മനഞ്ഞുകൊണ്ട് പദ്ധതികളും പ്ലാനുകളും ഒരുക്കിക്കൊണ്ട് ശത്രു നമുക്ക് വിരോധമായി കെണി ഒരുക്കി ഹല്ലേലൂയ നമ്മെ തകർത്ത് കളയുവാൻ പദ്ധതികൾ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ഈ ദിവസങ്ങൾ പ്രിയമുള്ളവരെ നാം തിരിച്ചറിയണം. നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവം തൻ്റെ ദൂതനെ അയക്കും. ഒരു മനുഷ്യൻ പ്രവർത്തിപ്പാനില്ലാത്ത സ്ഥാനത്തെ ഹല്ലേലൂയ നാം പ്രതീക്ഷിച്ചവരാരും നമുക്ക് വേണ്ടി പ്രവർത്തിക്കാതെ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതനെ അയച്ചുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ വിടുവിക്കുന്നതായ ആ സാന്നിധ്യം വെളിപ്പെട്ടു വരിക തന്നെ ചെയ്യും. സ്തോത്രം ഹല്ലേലൂയ. എത്ര പ്രയാസമുള്ള കാര്യമായാലും അതിൻ്റെ മധ്യത്തിലും പ്രവർത്തിപ്പാൻ ദൈവത്തിന് കഴിയും. സ്തോത്രം ഹല്ലേലൂയ. എത്ര ഹല്ലേലൂയ അപകടം നിറഞ്ഞ മേഖലയായാലും അവിടെ നിന്നും പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. സ്തോത്രം. ഏതെല്ലാം വിഷയത്തെപ്പറ്റി ഭാരപ്പെടുന്നോ അതിൻ്റെ മധ്യത്തിലും പ്രവർത്തിപ്പാൻ ദൈവത്തിന് കഴിയും. സ്തോത്രം ഹല്ലേലൂയ. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ഹല്ലേലൂയ. തൻ്റെ ദൂതനെ ഇറക്കുമ്പോൾ ഭക്തന്മാർക്ക് വേണ്ടി പാളയമിറങ്ങി അവരെ രക്ഷിപ്പാനായി ദൂതൻ ഇറങ്ങുമ്പോൾ ഹല്ലേലൂയ ദൂതൻ ഹല്ലേലൂയ ശത്രുക്കൾക്ക് അതൊരു പരാജയമായി തീരത്തക്ക നിലയിൽ, തൻ്റെ ജനത്തിന് അനുകൂലമായി തീരത്തക്ക നിലയിൽ ആ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരും. സ്തോത്രം ഹല്ലേലൂയ. നാം തിരിച്ചറിയണം, ദൈവത്തിൻ്റെ ദൂതനാൽ നാം സംരക്ഷിക്കപ്പെട്ടവരാണ്. രാവും പകലും ദൈവത്തിൻ്റെ ദൂതൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അനർത്ഥങ്ങൾ നോക്കേ ദൈവം വിടുവിച്ചത്. സ്തോത്രം ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ ഹല്ലേലൂയ നമ്മെ തന്നെ ഒന്ന് ദൈവകരങ്ങളിലേക്ക് ഈ പുതുവർഷത്തിൽ ഏൽപ്പിക്കണം. ഈ പുതുവർഷത്തിൽ നമുക്ക് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ പരിപാലനം ആവശ്യമാണ്. അങ്ങയുടെ ദൂതന്മാരാലുള്ള കാവൽ ആവശ്യമാണ്. ഹല്ലേലൂയ. എനിക്ക് സ്വതവേ ഹല്ലേലൂയ മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല. എന്നാൽ ഹല്ലേലൂയ അങ്ങയുടെ ദൂതനാൽ എന്നെ നയിക്കണമേ എന്ന് നമുക്ക് ഹല്ലേലൂയ ഈ പുതുവർഷത്തിൻ്റെ ആരംഭ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ പ്രാർത്ഥനയിൽ മുന്നേറത്തക്ക നിലയിൽ ദാനിയേൽ പ്രകാരം ദിവസം 3 നേരവും പ്രാർത്ഥിച്ചുവോ അപ്രകാരം നാമും പ്രാർത്ഥിക്കേണ്ടതിനായിട്ട് നമ്മെ ഒന്ന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ വർഷം ഹല്ലേലൂയ ജീവിച്ചതുപോലെയുള്ള ആത്മീയ ജീവിതത്തിലോ ആ പ്രകാരമുള്ള പ്രാർത്ഥനയിലോ ഈ വർഷം പോകുവാൻ ഇടയാകാതോണം ഒന്നുകൂടെ പുതുക്കപ്പെട്ടുകൊണ്ട് ഹല്ലേലൂയ ഒന്നുകൂടെ പുതുക്കപ്പെട്ടുകൊണ്ട് നാം പ്രാർത്ഥനയിൽ മുന്നേറേണ്ടതിന് നമ്മെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. സ്തോത്രം ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൂതൻ ഇറങ്ങി കഴിയുമ്പോൾ ഹല്ലേലൂയ മനുഷ്യർ പ്രവർത്തിക്കുന്നത് പോലെയുള്ള ഒരു പ്രവൃത്തിയല്ല, സാധാരണമായ ഒരു ദൈവപ്രവൃത്തിയാണ് ദൂതനിലൂടെ നമുക്ക് വേണ്ടി വെളിപ്പെടുന്നത്. അത് രാത്രിയിലായാലും പകലായാലും, അത് യാത്രയിലായാലും വിശ്രമത്തിലായാലും, ഏത് മേഖലയിലായാലും പ്രവർത്തിപ്പാൻ കഴിവുള്ളവനാണ്. സ്തോത്രം. യോശുവ പോലെ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. യോശുവ പോലെ നാം ഹല്ലേലൂയ മുന്നേറുന്നവരായി തീരണം. എങ്കിൽ മാത്രമേ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് കാണുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. നമ്മോട് കൂടെ ദൈവത്തിൻ്റെ ദൂതന്മാരായുള്ള സുരക്ഷ വെളിപ്പെടുക തന്നെ ചെയ്യും. നമ്മെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, മനോഹരമായ നല്ല വൈകിയ സമയത്തിനായി സ്തുതിക്കുന്നു. ഈ പുതുവർഷത്തിൻ്റെ ആരംഭ ദിവസങ്ങളിൽ അങ്ങയുടെ പാദപീഠത്തിലേക്ക് കടന്നു വരുവാൻ, അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ കർത്താവേ അങ്ങ് തന്ന നല്ല കൃപയ്ക്കായി സ്തുതിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങയുടെ ഹല്ലേലൂയ സംരക്ഷണമടി അങ്ങേക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്ന് വിടുവിച്ച കർത്താവ്, പത്രോസിനെ ഹല്ലേലൂയ ജയിലിൽ നിന്ന് വിടുവിച്ച കർത്താവ്, ഈ ദിവസങ്ങൾ അടിയങ്ങളെയും ഹല്ലേങ്ങൾ അകപ്പെടാമെന്ന സകല അനർത്ഥങ്ങൾ, ആപത്തിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, കഷ്ടങ്ങളിൽ നിന്ന്, ഭാരങ്ങളിൽ നിന്ന് വിടുവിച്ച് ഹല്ലേലൂയ അങ്ങയുടെ നാമമഹത്വത്തിന് വേണ്ടി നിൽക്കത്തക്ക നിലയിൽ വലിയൊരു ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന് അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, പ്രിയമുള്ളവരെ, അങ്ങയുടെ വചനം കേട്ട ഓരോ മക്കളെ ദൂതന്മാരാലുള്ള സുരക്ഷ വെളിപ്പെടുത്തി മാനിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ വർഷം സംഭവിക്കാവുന്ന
സകല അനർത്ഥങ്ങൾ, ആപത്തുകൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ സകലത്തിൽ നിന്ന് വിടുവിച്ച് ഹല്ലേലൂയ അവരെ പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വർഷത്തിൻ്റെ ഓരോ ദിവസവും പ്രിയ മക്കൾക്ക് ഈ റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിനെ, ഈ കർത്തദാസിക്ക് കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന അഡ്മിൻസിനെ എല്ലാം അനുഗ്രഹമാക്കി തീർക്കണം. വലിയൊരു ദൈവപ്രവർത്തിക്കായി ഞങ്ങളുടെ കരം ചലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൻ്റെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. അടിയനെ ഏൽപ്പിക്കുന്നു. തന്ന നല്ല കൂട്ടായ്മയ്ക്കായി സ്തുതിക്കുന്നു. പ്രാർത്ഥനയിട്ടിരിക്കാതെ വാഴ്ത്തുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ താഴ്മയെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൂതന്മാരാലുള്ള ദാവീദിനെ പരിപാലിച്ചതുപോലെ ഹല്ലേലൂയ യഹോവ തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു എന്ന് ഞാനിപ്പോൾ അറിയുന്നു എന്ന് പറയത്തക്ക നിലയിൽ വരും ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ദൂതന്മാരാലുള്ള സംരക്ഷണത്തെ പ്രാപിച്ചുകൊണ്ട് ഹല്ലേലൂയ നാം ഒറ്റയ്ക്കല്ല, ദൂതന്മാരോടൊപ്പമാണ് സഞ്ചരിക്കുന്നത്. ഹല്ലേലൂയ ദൈവ സാന്നിധ്യത്തിലാണ് നാം സഞ്ചരിക്കുന്നത്. അതിനായി നമ്മെ ഏൽപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ ദിവസങ്ങൾ മുന്നേറാൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാൻ, ശത്രു അലറുന്ന സിംഹമെന്ന പോലെ വിഴുങ്ങേണ്ടതിന് തന്ത്രശാലിയായി നിൽക്കുമ്പോൾ ശത്രുവിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് ജയം പ്രാപിക്കേണ്ടതിന് ആവശ്യമാണ് ദൈവകൃപയ്ക്കായി നമ്മെ തന്നെ ഏൽപ്പിക്കാൻ ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ തൊണ്ടയോടാണ് പോരാടുന്നത്. ഞാൻ നന്നായിരുന്നു ആ സമയം